Hi, I'm Ashwati. I'm an ACCA aspirant. In this video, I'm going to tell you about some experiences from my ACCA journey, and I hope this will be so helpful for the future ACCA aspirants. And this video will be in Malayalam for my Malayali friends. അപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ACCA ജേർണിയിൽ എനിക്കുണ്ടായ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ചെറുതായിട്ട് ഞാൻ ACCA എന്താണെന്നൊക്കെ പറയും കേട്ടോ. ലൈക്ക് ബ്രീഫിംഗ്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട്. അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് ആണ് ACCA. ഒരു കൊമേഴ്സ് റിലേറ്റഡ് അല്ലെങ്കിൽ ഫിനാൻസ് അക്കൗണ്ടിങ് ആ ഒരു ഫീൽഡിലേക്കാണ് പോകാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ACCA ചൂസ് ചെയ്യാം. എപ്പോൾ ACCA പഠിക്കണമെന്ന് ചോദിച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് ചെയ്യുന്നവരുണ്ട്, അതായത് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നതിൻ്റെ കൂടെ ചെയ്യുന്നവരുണ്ട്, പ്ലസ് ടു കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട്, ഡിഗ്രി കഴിഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ട്, ഡിഗ്രിയുടെ കൂടെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ ചോയ്സ്. എപ്പോൾ നമുക്ക് തുടങ്ങണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ചെയ്തത്. അതിൻ്റെ ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ പറയാം. നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഒരു ബിസിനസ് ടെക്സ്റ്റ് ബുക്ക് കേട്ടോ, പ്ലസ് വൺ പ്ലസ് ടുവിൽ അത് നമ്മൾ ഒരു വർഷം എടുത്തിട്ടാണ് ആ ഒരു ബുക്ക് പഠിക്കുക അല്ലേ. പക്ഷേ ACCAയിലാകുമ്പോൾ ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കേണ്ടത് 1-2 മാസം കൊണ്ടാണ്. ഫസ്റ്റ് പേപ്പറൊക്കെ നമ്മൾ 1.5 ആ ഒരു സമയം കൊണ്ടാണ് നമ്മൾ പഠിച്ചു തീർക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വലിയൊരു കണ്ടൻറ്റ് നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യാം. പിന്നെ എനിക്കിപ്പോൾ സ്കൂളിൽ പഠിക്കുന്നവരോട് പറയാനുള്ളത്, ബി കൺസിസ്റ്റൻറ്റ്. അതായത് പഠിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ദിവസം പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഈവൻ ഇഫ് ഇറ്റ് ഇസ് സ്മോൾ, ട്രൈ ടു ഡു ഇറ്റ് എവറി ഡേ. ഓക്കെ, അതായത് ഇറ്റ് വിൽ ബി സോ ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ് ഇൻ ഫ്യൂച്ചർ. അതായത് ബിക്കോസ് കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഇപ്പോൾ ഞാൻ കൺസിസ്റ്റൻസിക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. കാരണം ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ഷൻ ഉണ്ട്. ഇതൊരു അത്യാവശ്യം വേണ്ടൊരു കോഴ്സാണ് എനിക്ക്. സോ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കേണ്ടത് എൻ്റെ ഒരു കടമയാണ്. പക്ഷെ എനിക്കത് ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യാണ്. ബിക്കോസ് ഞാനത് മുന്നേ ഒരു ഹാബിറ്റ് ആക്കിയിട്ടില്ല. തോന്നുമ്പോൾ പഠിക്കും, അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. സ്കൂളിലാകുമ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ആണല്ലോ. സ്റ്റേറ്റ് സിലബസ് പ്രത്യേകിച്ച് നമ്മൾ എക്സാമൊന്നും അങ്ങനെ കെയർ ആക്കില്ല. ഭയങ്കര ഹാർഡായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടൊന്നും പഠിക്കില്ല. ജസ്റ്റ് എക്സാമിന് എന്താ വരിക അത് മാത്രമാണ് പഠിക്കുള്ളൂ. ബട്ട് ACCA ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മൾ ഫുള്ള് കോൺസെപ്റ്റൽ ക്ലാരിറ്റി വരുത്തിയിട്ടാണ് നമ്മൾ പഠിക്കുക. ആൻഡ് അപ്പോൾ അതിനൊരു ഭയങ്കര എന്താ പറയുക, ഹാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനിയിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് വരുന്നവരോ ഡിഗ്രി കഴിഞ്ഞ് ചെയ്യുന്നവരോ അവർക്ക് അങ്ങനെ തോന്നിയോ എന്ന് എനിക്കറിയാം. ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്കങ്ങനെ തോന്നി. ഭയങ്കര എന്താ പറയുക, കൺസിസ്റ്റൻസി ഇല്ലായ്മ, ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റ് ആയിട്ട് പോവുക. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് നോക്കി ഇങ്ങനെ വെറുതെ ഇരിക്കുക, ആരും മെസ്സേജ് ആക്കി ഇല്ലെങ്കിൽ വെറുതെ റീൽസ് നോക്കിയിരിക്കുക. അതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നി. ഞാൻ എന്താണ് ഇന്നലെ ചെയ്തായിരുന്നു അത് തന്നെയാണ് ഞാൻ ഇന്നും ചെയ്യുന്നത്. റൈറ്റ്. സോ ഇഫ് യുവർ ഹാബിറ്റ് ഈസ് നോട്ട് മേക്കിംഗ് യു ഗ്രോ, സ്റ്റോപ്പ് ദാറ്റ് റൈറ്റ് നൗ. ഓക്കെ, പിന്നുള്ളതാണ് ACCAയുടെ സാലറി, സ്കോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്യൂച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബിസിനസ് ഉള്ളിടത്തോളം കാലം നമുക്ക് ഫിനാൻസ് സെക്ടർ, കൊമേഴ്സ് സെക്ടറൊക്കെ അതിനൊരു താഴ്ച ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ സാലറി, ജോബ് എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. നമ്മുടെ സ്കിൽസിനനുസരിച്ചിട്ടാണ് നമുക്ക് ജോലി കിട്ടുന്നതൊക്കെ. അതായത് 10 പേര് ACCA ജയിച്ചു എന്ന് വിചാരിച്ചാൽ 10 പേർക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാലറി ആയിരിക്കും. ചിലർക്ക് ജോലി കിട്ടിയെന്നും വരില്ല. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വേരിയസ് ഫാക്ടേഴ്സ്. ലക്ക് വേണം, പിന്നെ നമുക്ക് സ്കിൽ വേണം, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള കഴിവ് വേണം, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. ഓക്കെ, പിന്നെ കുറേ ഇങ്ങനെ ACCAയുടെ മീം പേജസ് ഒക്കെ ഉണ്ടാവും. അതിൽ നമ്മൾ പൈസ വാരി എറിയുന്നതും ലക്ഷറി ലൈഫ് സ്റ്റൈൽ അതൊന്നും എക്സ്പെക്ട് ചെയ്ത് പോവുകയേ ചെയ്യരുത്. ACCAയുടെ മാത്രമല്ല, ഏതൊരു കോഴ്സിൻ്റെ ആണെങ്കിലും ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് നമ്മളൊരു കോഴ്സ് ചെയ്യരുത്. അപ്പോൾ ഭയങ്കരമായിട്ട് വിഷമിക്കേണ്ടി വരും. ആൻഡ് ഇഫ് യു വോണ്ട് ടു ബി ആൻ ACCA, ഡു ACCA. ഇഫ് യു വോണ്ട് ടു ബി എ CA, ഡു CA. ഇഫ് യു വോണ്ട് ടു ബി എ ഡോക്ടർ, അതിന് പഠിക്കുക. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് ഫിഗർ ഔട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ടേക്ക് യുവർ ടൈം. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം എടുത്തിട്ട് ഓരോന്ന് ചാടി കയറി എന്നിട്ട് പിന്നെ റിഗ്രറ്റ് ചെയ്യും. അതാണ് പറഞ്ഞത്. സോ ടേക്ക് യുവർ ടൈം, സ്ലോലി മേക്ക് എ സ്റ്റെപ്പ്. ഓക്കെ, ഫ്യൂച്ചറിൽ എന്താണ് നടക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ഫ്യൂച്ചർ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, ഫോക്കസ് ഓൺ റൈറ്റ് നൗ. പിന്നെ അടുത്തൊരു കാര്യമാണ് ഫീസ്. ACCAയുടെ ഫീസിൻ്റെ കാര്യം. ഇപ്പോൾ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ 1 മുതൽ 13 പേപ്പറാണല്ലോ ACCAക്ക്. അത് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1,75,000 to 2,00,000 ആ ഒരു റേഞ്ചിലാണ് ഓഫർ ചെയ്യുന്നത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സും. അപ്പോൾ നമ്മൾ പേപ്പർ വൈസ് എടുക്കാറുണ്ട് കുറേ കുട്ടികൾ. പേപ്പർ വൈസാണ് ഞാനും കൂടുതൽ പ്രിഫർ ചെയ്യുക. ബിക്കോസ് നമുക്ക് ഫീസൊക്കെ കുറച്ച് കുറഞ്ഞ് കിട്ടും. പിന്നെ ACCA നമുക്ക് സ്യൂട്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പേപ്പർ വൈസ് എടുക്കുന്നതാണ് നല്ലത്. അതായത് ഒരു പേപ്പർ പഠിച്ച് പോയാൽ മതി. എന്നാലും നമുക്ക് അറിയുണ്ടാവുള്ളൂ ACCA നമുക്ക് പറ്റുമോ എന്നുള്ളത്. ഇതിപ്പം മറ്റേ ഫുൾ പേപ്പർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫുൾ പേപ്പറിൻ്റെ പൈസ ആദ്യം തന്നെ കെട്ടിവെച്ച് അത് പിന്നെ ACCA പറ്റില്ല പറഞ്ഞിട്ട് പോരുകയാണെങ്കിൽ ചിലപ്പോൾ ആ പൈസ തിരിച്ച് കിട്ടിയെന്ന് വരില്ല. സോ ടേക്ക് യുവർ ഡിസിഷൻ വൈസ്ലി. ഓക്കെ, നമുക്കിപ്പോൾ ACCA ഓക്കെയാണ് എങ്ങനെയാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റക്കായിട്ട് അവിടെ തന്നെ പഠിച്ച് ഫുൾ പേപ്പർ കംപ്ലീറ്റ് ആക്കാം. അങ്ങനെ അല്ലെങ്കിൽ പേപ്പർ വൈസ് എടുക്കുക. പേപ്പർ വൈസിൽ
കുറേ ടെലിഗ്രാം ചാനൽസ് ഉണ്ട് ACCA പറ്റി സംസാരിക്കുന്ന ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഉള്ള ടെലിഗ്രാം പേജസ് ഉണ്ട്. അതൊക്കെ കണ്ടുപിടിച്ച് അതിലൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം, ഏതൊക്കെയാണ് നല്ല ടീച്ചർമാരെന്നൊക്കെ ചോദിക്കാം, അതായത് ഫാക്കൽറ്റീസ് ഏതൊക്കെയാണ് നല്ല ഫാക്കൽറ്റീസ് എന്ന് ചോദിക്കുക. എന്നിട്ട് അവരുടെ ക്ലാസ്സസ് കാണാം. അവരുടെ ക്ലാസ്സസ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ പഠിപ്പിക്കുമ്പോൾ ഓരോ ഫീസൊക്കെയാണ് വയ്ക്കുക. പിന്നെ ഓൺലൈനിലാകുമ്പോൾ കുറച്ച് കുറവുണ്ട് എന്നൊക്കെ തോന്നുന്നു. ആൻഡ് എവറിത്തിങ് നല്ല ആലോചിച്ച് ഡിസിഷൻ എടുക്കുക. പിന്നെ ACCA നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടി വരും, അതിന് കുറച്ച് പൈസ വേണം. പിന്നെ ഓരോ എക്സാമിന് പൈസ വേണം. പിന്നെ സബ്സ്ക്രിപ്ഷൻ ഫീസ് അടക്കണം, എല്ലാ വർഷവും അടക്കണം. എനിക്കത് അറിയണ്ടായിരുന്നില്ല. ഞാൻ പഠിക്കുന്ന ആ സമയത്ത് മാത്രം അടച്ചാൽ മതി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മെമ്പറായിട്ടും ഫുൾ നമ്മൾ ACCയുടെ ആ ഒരു ഇത് വേണമെങ്കിൽ ഫുൾ നമ്മൾ എല്ലാ കൊല്ലം സബ്സ്ക്രിപ്ഷൻ ഫീസ് അടയ്ക്കണം. അത് എത്രയെന്നൊക്കെ ഗൂഗിളിലുണ്ട്, സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. പൗണ്ടിലാണത് നമ്മൾ അടയ്ക്കേണ്ടത്. ആൻഡ് ദെൻ എക്സംഷൻ്റെ ഒരു കേസുണ്ട്. നമ്മൾ ഡിഗ്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സംഷൻ കിട്ടും. ഇപ്പോൾ 9th പേപ്പർ എക്സംഷനാണ് ട്രെൻഡിങ്. എക്സംഷൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ജോബ് കിട്ടുക എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അവർ സ്കിൽസ്. ജോബ് കിട്ടാനൊന്നുമില്ല എക്സംഷൻ എടുത്ത് പോയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അവർ സ്കിൽ. ഓക്കെ, എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ 1 മുതൽ 9 പേപ്പർ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പഠിപ്പിക്കില്ല. അപ്പോൾ നമുക്കൊരു 4 പേപ്പർ എഴുതുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. വി വിൽ സ്ട്രഗിൾ എ ലോട്ട്. 9 പേപ്പർ പഠിച്ചിട്ടാണ് അത് എഴുതുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ് ഈസ് ടോട്ടലി ഫൈൻ. പിന്നെ ഉള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ, കൺസിസ്റ്റൻസി. പെട്ടെന്ന് ഡിസ്ട്രാക്റ്റ് ആവും. ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ ഒരു കാലഘട്ടമായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഡിസ്ട്രാക്റ്റ് ആയിട്ട് പോവാം. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, ആഫ്റ്റർ എഫക്ട്സ് ഓഫ് +2 ആണത്. +2 നമ്മൾ സ്കൂളിലൊക്കെ വി വാസ് നോട്ട് സോ സീരിയസ് അബൌട്ട് സ്റ്റഡീസ്, റൈറ്റ്? +2 കൊണ്ട് പഠിക്കാം അങ്ങനെയൊക്കെ. പിന്നെ കോളേജ് ലൈഫ് അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഹാർഡ് വർക്ക്. ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ഡു ടുഡേ. റിമെമ്പർ ദാറ്റ് ഗൈസ്. ബാക്കി ഇതിപ്പോൾ തന്നെ കുറച്ച് ലെങ്ത് ആയി തോന്നുന്നു. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. പിന്നെ നിങ്ങൾ എന്നെ കാണുമ്പോൾ എങ്ങനെയാണ് വിചാരിക്കുന്നത് എനിക്കറിയില്ല. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. ഞാൻ പറഞ്ഞല്ലോ, ഐ എം അശ്വതി. ഞാനൊരു ഇൻട്രോവേർട്ടഡ് പേഴ്സൺ ആണ്. എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കണ്ടൻറ് ക്രിയേഷനിൽ സ്റ്റക്കായിട്ട് നിന്നത്. എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ എക്സ്പീരിയൻസസ്, അതിൽ വന്ന മിസ്റ്റേക്സ് അതൊക്കെ ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിരിക്കുന്നത്. ആൻഡ് ഐ ഹോപ്പ് ദിസ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു.